ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗായ്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷം? ഇവിടെ ഞങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്ന് ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലൊരു പുതിയ കുട്ടിയും കൂടെ ഉണ്ടായിക്കണേ. അപ്പോൾ ആ കുട്ടീനെ കാണാൻ പോകണം. പിന്നെ അതുപോലെ ഐറിനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കും വേണം. ഐറിക്ക് ചെറുതായിട്ടൊരു ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഉമ്മയും കുട്ടികളുമാണ് കേട്ടോ പോണത്. ഞങ്ങൾ ബസ്സിനാണ് പോണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. കുട്ടി എങ്ങോട്ടാ പോണേ? ഗൈസ്, ഐറിമാക്ക് പോവാൻ ഇറങ്ങിയ ആവേശമാണ് കേട്ടോ. അവൾക്ക് എപ്പോൾ ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയാലും അവൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഐസി അതിൻ്റെ അടിയിലൊന്നും ഉറങ്ങി എണീറ്റു. അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു മന്ദപ്പുണ്ട്. ഗൈസ്, ഞങ്ങൾ ബസ് കാത്ത് നിൽക്കണം കേട്ടോ. എന്താ ഒരു ഉഷാറില്ലാത്തത്? JCB ഒന്നും വാങ്ങാൻ പറ്റില്ല. വലിയ കുട്ടികളെങ്ങനെ JCB ഒന്നും കഴിക്കില്ല. $3.85. ഐറിമ കുട്ടി, ഐരി ഇങ്ങോട്ടൊക്കെ, ഇങ്ങോട്ട് നോക്ക ഐരിയെ. ഗൈസ്, അങ്ങനെ ഞങ്ങളിവിടെ എത്തിട്ടോ. പാണ്ടിക്കാടാണ് നമ്മളുള്ളത്. ആദ്യം ഐറിനെ ഹോസ്പിറ്റലിൽ കാണിക്കാനാണ് പോണത്. കാരണം 5 മണി വരെ ഡോക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ കേട്ടോ. ഇതിവിടെ അടുത്ത് തന്നെയാണ്. ഐറിനെ കാണിക്കുന്നത് ഹോമിയോ ഡോക്ടറെയാണ് കാണിക്കുന്നത്. പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ, പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റുള്ള അടുത്ത് തന്നെയാണ് കേട്ടോ. ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, അവിടെ നമ്മൾ ഐറിനെ കാണിക്കുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത് വെച്ചൊരു വ്ളോഗാണ് കേട്ടോ. അത് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ 5 മണി വരെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, തീരെ തിരക്കുമില്ല കണ്ടിട്ട്. മറ്റേത് അങ്ങനെയൊന്നുമല്ല, നല്ല തിരക്കായിരിക്കും അവിടെ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു കേട്ടോ. വന്ന ഉടനെ തന്നെ നേരെ കയറാൻ പറ്റി. വേറെ തിരക്കൊന്നുമില്ല ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നെ ഇനി മരുന്ന് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഐസിയും ഉമ്മയും താഴെ ഒരു കുട്ടികൾക്ക് കളിക്കാനൊരു പാർക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടേക്ക് പോയതാണ് കേട്ടോ. ഐസി വന്ന ഉടനെ തന്നെ പാർക്ക് പോകണം പറഞ്ഞിട്ട് അവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് ഞാനും ഐറിയും വരാം, നിങ്ങൾ താഴെ നിന്നോളി എന്ന് പറഞ്ഞതാ. ഐറിക്കൊരു മിഠായി കിട്ടിയിരിക്കണം. റിസപ്ഷൻ്റെ ഉള്ളൊരു പെണ്ണ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കൈ കിട്ടിയാൽ പിന്നെ അവൾ അടങ്ങിയിരുന്നോളൂ. ഐറിമോളെ, മെച്ചിക്ക് തരുമോ? ഐറിയെ, മെച്ചിക്ക് തരുമോ? തരുമോ? തരൂല? തരുമോ മെച്ചിക്ക്? വാവ ഉറങ്ങ? പാപ്പ കിടക്ക? വാവ ഉറങ്ങണോ? ഐറിമ ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ, ഹായ് പറഞ്ഞ. അങ്ങനെ ഞങ്ങൾ മരുന്ന് വാങ്ങി. ഐസി മമ്മി ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊരു പാർക്ക് പോലെ പോവല്ലേ നീ? ഇത് കുട്ടൻ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് ഉമ്മാക്കൊരു കോള് വന്നു. മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ പെട്ടെന്ന് വരാൻ പോവലെന്ന് പറഞ്ഞാണ്ട്
അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ, അപ്പോൾ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ കയറിയതാട്ടോ. മതിയല്ലോ ഇതെടുത്തോളൂ. ഗൈസ്, നേരത്തെ കണ്ട ഗ്രീൻ ഡ്രസ്സാണ് നമ്മളെടുത്ത്. ഈ ഒന്നും കൂടെ എടുക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് സെലക്ട് ചെയ്യട്ടെ കേട്ടോ. അത് നോക്കട്ടെ. മറ്റേല് മതി ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാനായിട്ടില്ല. ഏതാ കളറുണ്ട് ഇതെടുക്കലമ്മ ഇട്ടേക്കണം. ഇത് കാച്ചില്ല. ഗൈസ്, അങ്ങനെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് വാങ്ങി ഇറങ്ങിട്ടോ. ഇനി ഫ്രൂട്ട്സ് വാങ്ങാൻ കയറിയതാണ്. പെട്ടെന്ന് പോകണം, അധികം ടൈമില്ല. കാരണം അവരോട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞതാണ്. ഒരു പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് പോവാൻ. അപ്പോൾ ഫ്രൂട്ട്സും കൂടെ വാങ്ങട്ടെ കേട്ടോ. ഗൈസ്, ഇവിടെയാണ് കേട്ടോ അവരുള്ളത്. ഒരേത് ഭാഗത്താണ് ഉള്ളത് എന്നറിയില്ല. ഇത് മറ്റേ പാണ്ടിക്കാട് നിയോ ഹോസ്പിറ്റലാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ ചെന്നപ്പോൾ തന്നെ ലിനുവിൻ്റെ അടുത്തൊക്കെ ചെന്നത് കേട്ടോ. അത് ആയിറിനടുത്ത് പോണതാണ് ലിനു, ഒരു വലിയ കുട്ടി. ഗൈസ്, കുറച്ച് തിരക്കിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ, സീ യു.